ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അബ്രഹാമിൻ്റെ വിശ്വാസം മാതൃകയാക്കുവാൻ തിരുവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 4, ഗലാത്യർ 3, എബ്രായർ 11, യാക്കോബ് 2 ഇവയിലൊക്കെ അത് വ്യക്തമാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണവും ദൈവാലയങ്ങളും ദൈവത്തെക്കുറിച്ച് അറിയുവാനും വിശ്വസിക്കുവാനും യാതൊരു മുഖാന്തരവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് അബ്രഹാം ദൈവത്തിൻ്റെ വിളിയെ അനുസരിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചത്. തുടർന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം വിശ്വസിച്ച് 25 വർഷം കാത്തിരുന്ന ശേഷം തനിക്ക് ലഭിച്ച മകനെ യാഗമായി അർപ്പിക്കുവാൻ ദൈവം കൽപ്പിച്ചപ്പോൾ യാതൊരു ഉപാധിയും കൂടാതെ, യാതൊരു മടിയും കൂടാതെ അത് അനുസരിക്കുവാൻ അവൻ തയ്യാറായി. ഇതത്രേ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ മഹത്വവും മനോഹരത്വവും. അബ്രഹാമിൻ്റെ പ്രവൃത്തിയാൽ അവൻ്റെ വിശ്വാസം പൂർണ്ണമായി എന്ന് വിശുദ്ധ യാക്കോബ് സാക്ഷ്യപ്പെടുന്നു. യാക്കോബിൻ്റെ അധ്യായം 2:22 അത് വ്യക്തമായി കാണാം. ദൈവത്തിൽ വിശ്വാസമുളവാക്കുവാൻ ഇന്ന് തിരുവചനവും സഭകളും ദൈവാലയങ്ങളും ദൈവത്തിൻ്റെ അഭിഷിക്തരും മഹത്തായ ഒരു ക്രൈസ്തവ പാരമ്പര്യവും മറ്റും നമുക്കുണ്ടെങ്കിലും ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം എപ്രകാരം ഉള്ളതാണെന്ന് പ്രകടമാക്കേണ്ടത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ലാഭമായതൊക്കെയും ഛേദമെന്ന് എണ്ണിക്കൊണ്ട് ദൈവത്തെ അനുസരിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് വേണ്ടി ഏത് സാഹചര്യത്തിലും എന്തും പ്രവർത്തിക്കുവാൻ മടിക്കാത്ത വിശ്വാസമാണ് ദൈവത്തിന് ആവശ്യം. അവർക്ക് മാത്രമേ ദൈവിക ദൗത്യങ്ങൾ ദൈവഹിതപ്രകാരം പൂർത്തീകരിക്കുവാൻ കഴിയൂ. വിശ്വാസം പ്രവൃത്തിയാൽ പ്രകടമാക്കണം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ഒരു ക്രിസ്ത്യാനി ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ദൈവത്തെ അന്ധമായി വിശ്വസിക്കണം. ദൈവമല്ലാതെ മറ്റൊരാളില്ല എന്ന വിശ്വാസത്തോടെ, എൻ്റെ ദൈവത്തിന് സകലതും കഴിയും എന്ന വിശ്വാസത്തോടെ, എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന ചിന്തയോടെ ദൈവത്തെ മുഴുവനായി വിശ്വസിക്കുക. ഞാൻ എൻ്റെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം, മഹത്വപൂർണനായ ദൈവം അവന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. മാർക്കോസ് സുവിശേഷം വിളിച്ചു പറയുന്നു, ദൈവത്തിന് സകലവും സാധ്യമല്ലോ. ലൂക്കോസ് വിളിച്ചു പറയുന്നു, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. യിരെമ്യാവ് വിളിച്ചു പറയുന്നു, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ. ദൈവജനമേ, ദൈവത്തെ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ മുഴുവനായി വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രവൃത്തിയിൽ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സമയം വിദൂരമല്ല. പക്ഷേ വിശ്വാസം പ്രവൃത്തിയാൽ പ്രകടമാക്കണം. ദൈവത്തെ അങ്ങേയറ്റം വിശ്വസിച്ച് ദിവ്യകൃപകളിൽ മുന്നോട്ട് പോയി ദൈവസാന്നിധ്യത്തിൽ നടക്കുവാനും ദൈവകൃപയ്ക്കൊത്ത് കാര്യാദികൾ ചെയ്യുവാനും നാം തയ്യാറാകണം. നമ്മുടെ വിശ്വാസം പ്രവൃത്തിയാൽ പ്രകടമാക്കുന്ന രീതിയിൽ ദൈവിക ചലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ആമേൻ.